എഡ്രാക് കൊച്ചി മേഖലയുടെ ആഭിമുഖ്യത്തിൽ കായിക താരങ്ങൾക്ക് കായിക ഉപകരണങ്ങൾ വിതരണം ചെയ്തു. എഡ്രാക് കൊച്ചി മേഖല 1ാം ഡിവിഷനിലെ വിവിധ റെസിഡൻസ് അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ കായിക താരങ്ങൾക്ക് കായിക ഉപകരണങ്ങൾ വിതരണം ചെയ്തു. കെ.എസ്. വിനോദ് ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ ഷേനി മാത്യു അധ്യക്ഷത വഹിച്ചു. ഫുട്ബോൾ പരിശീലകൻ റൂഫസ് ഡിസൂസയെ ആദരിച്ചു. ഐ.ജെ. ജോളി, ഡോക്ടർ അനൂപ് ഫ്രാൻസിസ്, മേരി ഫ്രാൻസിറ്റ, ജീവ അളകനന്ദ, കെ.പി. അലക്സാണ്ടർ, ജെയ്സൺ മാത്യു, പി.എഫ്. ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. അങ്ങനെ WBC മിഡിൽ വെയ്റ്റ് ചാമ്പ്യൻ ആയപ്പോൾ WBC വേൾഡ് ബോക്സിംഗ് കൗൺസിൽ എനിക്ക് അംബാസഡർഷിപ്പ് തരുമായിരുന്നു. എൻ്റെ കരിയറും ഞാൻ തുടങ്ങിയത് ബോഡി ബിൽഡിങ്ങിലാണ്. മിസ്റ്റർ ഇന്ത്യ ആയിരുന്നു. സ്പോർട്സിലൂടെയാണ് എൻ്റെ കരിയർ. ഇന്ന് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോഴും എൻ്റെ ഐഡൻറ്റിറ്റി സ്പോർട്സ്മാനാണ്. അപ്പോൾ വളർന്നു വരുന്ന പിള്ളേരോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും പിൻവാങ്ങി പോകേണ്ട കാര്യമില്ല. ഇപ്പോൾ എൻ്റെ 10th പഠിക്കുന്ന സമയത്തൊക്കെ എൻ്റെ ഫാമിലി പഠിത്തത്തിൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറയുമ്പോഴും ഞാൻ സ്പോർട്സ് വളർത്തിക്കൊണ്ട് വരുന്ന ഒരു കരിയറായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ അതിൻ്റെ പേരിലാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ സ്പോർട്സ് നിങ്ങൾ പഠനത്തിൻ്റെ ഒപ്പം തന്നെ ക്യാരി ചെയ്ത് കൊണ്ടുപോവുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സ്പോർട്സിൽ നമുക്ക് വലിയൊരു രാജ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് സ്വയമായിട്ടും നിങ്ങളുടെ കരിയറിൽ വ്യത്യാസപ്പെടുത്താൻ പറ്റും. ഞാൻ ദീർഘമായിട്ട് ഒന്നും പറയുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം കോയമ്പത്തൂർ ഒരു സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. ആ സ്കൂളിൽ വെച്ച് എനിക്ക് ആ പിള്ളേരോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ എനിക്ക് അവരെ കൊണ്ട് ഞാനൊരു കാര്യം പറയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളോട് പറയാണ്. അത് ഞാൻ പറയാം. മേ ബി നോട്ട് ടുഡേ ഇന്നല്ലെങ്കിൽ, മേ ബി നോട്ട് ടുമാറോ നാളെ അല്ലെങ്കിൽ, മേ ബി നോട്ട് നെക്സ്റ്റ് മന്ത്, ഒരു മാസം കഴിഞ്ഞിട്ടാണെങ്കിലും, ഐ വിൽ ടെൽ യു വൺ തിങ്, ഐ വിൽ ബി ചാമ്പ്യൻ. ഞാൻ ഒരു ദിവസം ചാമ്പ്യനാവും. അപ്പോൾ നിങ്ങൾ ഇന്ന് നടന്നില്ലെങ്കിലും നാളെ നടന്നില്ലെങ്കിലും ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഉള്ളിലെ ആ ഫയർ കളയരുത്. നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക. ഇഞ്ചുറീസ് ഉണ്ടാവാം ചിലപ്പോൾ. അപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഈ രീതിയിൽ WBC എന്നുള്ള കെയർ അംബാസിഡറാണ് അദ്ദേഹം. അപ്പോൾ ഇവർ സ്പോർട്സ് എക്വിപ്മെൻറ്റ്സ് ഇങ്ങനെ കുട്ടികൾക്ക് നൽകുന്ന കാര്യത്തെ പറ്റിയൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ എൻ്റെ ഡിവിഷനിലേക്ക് കുറച്ച് എക്വിപ്മെൻറ്റ്സ് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ സന്തോഷം അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും ഞാനത് ചെയ്യാം. സാധാരണ ഒരു കാര്യം ഒരാൾ പറഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് അത് നടപടിയാകുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. എന്നെ വിളിച്ച് ഡോക്ടർ അനൂപ് വിളിച്ചിട്ട് ഇങ്ങനെ എക്വിപ്മെൻറ്റ്സ് ഉണ്ട്, അത് നമുക്ക് കുട്ടികൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം നമ്മൾക്കറിയാം ഇവിടെ എത്രത്തോളം ലേറ്റ് ആകും ഓരോ കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ എന്നുള്ളത്. അതിന് ഞാൻ ശ്രീമാൻ വിനോദിനെ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. നമ്മൾ ഈ ഒരു പ്രോഗ്രാം നടത്തുന്നതിൻ്റെ ഉദ്ദേശം തന്നെ നമ്മൾ ഡ്രഗ്സിനെതിരെ, അതേസമയം നമ്മളുടെ കുട്ടികളെ കളികളിലേക്ക് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. അതായത് കളികളായിരിക്കണം നമ്മുടെ ലഹരി എന്നുള്ളത് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്നത്തെ ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ ഓരോ മുക്കിലും മൂലയിലും